കൊള്ളാവോ? ക്യാമറാമാന് രാവിലെ നല്ലൊരു പണി ഞാൻ കൊടുത്തു. അണ്ണാഞ്ചക്ക ചേർണ്ട് കണ്ടോ. ഇനി നമ്മളതൊന്ന് കഴുകും. കഴുകിയിട്ട് കപ്പയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കും. എന്നെ വലിയ കുറ്റം പറച്ചില്ല, ഞാൻ ചെയ്യുന്ന പണി നോക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ അവർ ചെയ്യുന്ന കണ്ടോ ഇവർ ചെയ്യുന്ന കണ്ടോ എന്നൊക്കെ പറച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു പണി കൊടുത്തു, അതൊന്ന് ചിരണ്ടിത്തരാമോ? ഉടനെ പറഞ്ഞു മുറ എടുത്തുകൊണ്ട് പോവാ, അതിന് കത്തി എടുത്തുകൊണ്ട് പോവാ. ഈ മേസ്തിരിമാർക്ക് മെയ്ക്കാട് നിൽക്കുന്ന പോലെ നമ്മളിങ്ങനെ കൂടെ നിൽക്കണം. നിങ്ങളൊന്ന് കേൾക്കണം. ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നു പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്ക് പറയുക. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ചുമ്മാ എന്നെ വഴക്ക് പറയാം, ഞാൻ ചുമ്മാ ഇരിക്കുന്നു ജോലിയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം രാവിലെ എനിക്ക് തന്ന പണി ചെയ്തല്ലോ. മിനിഞ്ഞാന്ന് കിട്ടിയ കുറച്ച് അണ്ണാഞ്ചക്ക അല്ലെ ആട്ടുംകാല്. ഇത് ഭയങ്കര ഫേമസ് ആയിപ്പോ കേട്ടോ, ഭയങ്കര വിലയായിരുന്നു. ഇതിലൊരു വീഡിയോ ഞങ്ങൾ ഇന്നലെ ഇട്ടായിരുന്നു, ഭയങ്കര വിലയാണ്. കണ്ടു. പക്ഷെ ഇതുണ്ടല്ലോ, ഈ സാധനം എന്ന് പറയുന്നത് സൂപ്പർ സാധനം. ഇതുപോലെ ചിരണ്ടി ഇതിൻ്റെ പുറത്തെ ഈ പൂടയും എല്ലാം കളഞ്ഞ് നമ്മൾ വെയിലത്ത് ഉണങ്ങി ഇത് പൊടിച്ച് ഇതിന്റെ വെള്ളം വെന്ത് കുടിച്ച് ഇതിനകത്ത് പിന്നെ ചേർക്കേണ്ടത് വേറെ സാധനം വെളുത്തുള്ളി ഉണ്ട്, കുരുമുളക്, കറുവാപ്പട്ട എല്ലാം ചേർത്ത് നമ്മൾ വെന്ത് കുടിച്ചാണല്ലോ നമ്മുടെ കാലിന്റെ വേദന, കാലിന്റെ നീർക്കെട്ട്, നമുക്ക് ശരീരത്തിന് നല്ല ഓജസ്സും പിന്നെ മുഖത്ത് നല്ല സൗന്ദര്യവും കിട്ടും. ആ സൗന്ദര്യത്തിന്റെ രഹസ്യം. അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതും ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ വെറും എന്റെ ബോഡി കണ്ടോ, ബോഡിയല്ല എന്റെ ശരീര ബോഡിയുടെ കാര്യമാണ് പറഞ്ഞത്, വേറെ ബോഡിയുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പം ഞാനും ചിരണ്ടി ശരിയാക്കട്ടെ. ഞാൻ അന്ന പണിയാ, എന്താ ചെയ്യാനാ, ചെയ്തല്ല കഞ്ഞി കുടിക്കണ്ടായോ. ഞങ്ങൾ ഈ ആട്ടുംകാല് അല്ലെങ്കിൽ അണ്ണാഞ്ചക്കയുടെ നമ്മുടെ നാട്ടിലെ പേര് അണ്ണാഞ്ചക്കയെന്ന് കേട്ടോ. ഇത് വീഡിയോ ഇട്ടിരുന്നു. പലരും ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പലരും വില കൊടുത്ത് വാങ്ങിച്ചവരുണ്ട്. നല്ല ഗുണമുള്ള സാധനമാണെന്നെല്ലാം എനിക്ക് മനസ്സിലായത്. ഇതിങ്ങനെ ഇപ്പോൾ എളുപ്പമാർഗത്തിന് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കുക, ചിരണ്ടി കഴുകി അതിന് വെയിലത്ത് വെച്ച് ഉണക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ കപ്പ വറ്റൽ പോലെ ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് പൊടിച്ച് ഒരു കുപ്പി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടിട്ട് കുരുമുളക് സാധനങ്ങളൊക്കെ ചേർത്ത് തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ പച്ചയോടെ ഇത്രയും കഷ്ണം മതി, 2 കഷ്ണം മതി ഇട്ടിട്ട് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കറുവാപ്പട്ട, ഏലക്ക എല്ലാം ഇട്ട് തിളപ്പിച്ച് കുടിക്കാം. നല്ല ശരീരത്തിന് നല്ല ഗുണമാണ്. ഒരു നേരം കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപയോഗം കേട്ടോ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. നമ്മളത് നിസ്സാരമായിട്ട് കളയണ്ട. ഇത് വിഷമൊന്നുമല്ല, ചത്തൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെയിലത്ത് വെക്കട്ടെ.